പ്രൈസ് ലോർഡ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ. ഇന്ന് പ്രഭാതത്തിൽ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരാളി അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീരപ്രവർത്തികൾ നടക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കണമോ? ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഹാലലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ, സമാധാനം, സ്വസ്ഥതകൾ വേണമോ? ക്രിസ്തുവിൽ വിശ്വസിക്കണം. എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഹാലലൂയ. ഈ വാക്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. ഹാലലൂയ. പത്രോസ് ഹാലലൂയ വീണ്ടും പഴയ പണിക്ക് പോവുകയാണ്. പഴയ പണിക്ക് ഹാലലൂയ മീൻ പിടിക്കുവാനായി പോവുകയാണ്. ഹാലലൂയ. അന്ന് രാത്രികാലം അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ കർത്താവ് കരയ്ക്ക് നിന്ന് പറയുന്ന ഒരു പദമുണ്ട്: കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അപ്പോൾ അവർ പറയുന്നത് ഒന്നുമില്ല. ഹാലലൂയ. നിങ്ങൾ വലത്ത് ഭാഗത്ത് വല വീശുവിൻ. ഹാലലൂയ. എന്നാൽ നിങ്ങൾക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടും. അങ്ങനെ പത്രോസ് ആ വാക്കിന് ചെവി കൊടുത്തു. വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. ഹാലലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ കണ്ട പത്രോസ് ഹാലലൂയ കൂട്ടരും ഹാലലൂയ അവർ പഴയ പണിക്ക് പോവുകയാണ്. ദൈവം വിളിച്ച പണിക്കല്ല അവർ പോകുന്നത്. ദൈവം വിളിച്ചത് ഹാലലൂയ അനേകായിരങ്ങളെ വിടുവിക്കുവാൻ, അനേകായിരങ്ങൾക്ക് ഹാലലൂയ സ്വർഗത്തെ കാട്ടിക്കൊടുപ്പാൻ, രോഗസൗഖ്യം വരുത്തുവാൻ, ആശ്വാസം വരുത്തുവാൻ, സമാധാനം വരുത്തുവാൻ, സുവിശേഷവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അനേകായിരങ്ങളെ നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് പത്രോസിനെയും കൂട്ടരെയൊക്കെ വിളിച്ചത്, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. ഹാലലൂയ. അങ്ങനെയെങ്കിൽ അവർ ഹാലലൂയ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു. ഇനി ഹാലലൂയ കർത്താവ് വരുമോ വരുത്തില്ലയോ ഒന്നും അറിയത്തില്ല. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നും അറിയത്തില്ല. എന്നാൽ ഭാവിയിൽ മുന്നോട്ടുള്ള യാത്രയിൽ എങ്ങനെയായി തീരുമെന്ന് ആകുലതപ്പെട്ടിരിക്കുമ്പോഴാണ് ഹാലലൂയ അവർ പഴയ പണിക്ക് പോകുന്നത്. അവരെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് പോകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, 21-ാം അധ്യായത്തിൽ പത്രോസ് ഹാലലൂയ മീൻ പിടിക്കാൻ പോകുന്നു. അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ, ഹാലലൂയ, സകല അധികാരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഹാലലൂയ, നിങ്ങൾ ലോകമെമ്പാടും സുവിശേഷം പറയണമെന്നൊക്കെ അതിൻ്റെ 20-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് പത്രോസ് ഹാലലൂയ ഇനി ഹാലലൂയ എൻ്റെ പഴയ പണിക്ക് മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറയുന്ന പദം വരുന്നത്. അവിടെ മുതലാണ് നമ്മുടെ കർത്താവ് ഹാലലൂയ പത്രോസിനെ വീണ്ടും മടക്കി വരുന്നത്. എത്ര ദൂരെ പോയിരുന്നാലും, എത്ര മാറിപ്പോയിരുന്നാലും കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് തിരിച്ചു വിളിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളെ കൊണ്ട് കർത്താവിന് പല ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ പദ്ധതിയല്ല കർത്താവിൻ്റെ പദ്ധതി. നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ശക്തനാക്കും കർത്താവ്. ഹാലലൂയ. കർത്താവ് വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലലൂയ നിങ്ങൾ യാത്ര പുറപ്പെടണം. ഹാലലൂയ. കർത്താവ് എന്തിനാണ് എന്നെ വിളിച്ചത്, കർത്താവ് എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ്.